കർക്കിടകം പുണർതം അവസാന കാൽപാദം പൂയം ആയില്യം നക്ഷത്രങ്ങൾ ചേരുന്ന കർക്കിടകം രാശിക്ക് വ്യാഴം 6ഉം 9ഉം ഭാവാധിപതിയാണ്. ഇപ്പോൾ 11-ൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന വ്യാഴം മെയ് 14 മുതൽ 12-ൽ മിഥുനൻ രാശിയിൽ സഞ്ചരിക്കുമ്പോൾ ചിലവുകൾ വർദ്ധിക്കും. വിദേശത്ത് താമസിക്കുന്നവർക്കും ജോലി ചെയ്യുന്നവർക്കും മുന്നേറ്റമുണ്ടാകും. PR, GC, റെസിഡൻസി പെർമിറ്റ് മുതലായവയ്ക്ക് ശ്രമിച്ചു കൊണ്ടിരുന്നവർക്ക് അവ ലഭിക്കുന്ന സമയമായിരിക്കും. ലോൺ അല്ലെങ്കിൽ മറ്റ് കടങ്ങൾ ഉണ്ടായിരുന്നവർക്ക് അവ തിരിച്ചടച്ച് ഇടപാട് പൂർണ്ണമായും തീർക്കാൻ കഴിയും. നിങ്ങളുടെ കുട്ടികളുടെ കാര്യങ്ങൾക്ക് വേണ്ടി ധാരാളം പണം ചിലവഴിക്കും. വ്യാഴത്തിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ രാശിയുടെ 4, 6, 8 ഭാവങ്ങളിൽ വരുന്നു. വീട്, വസ്തു, വാഹനം ഇവ വാങ്ങാൻ ദീർഘകാലമായി പദ്ധതിയിട്ടവർക്ക് അവ വാങ്ങാനുള്ള പ്രാപ്തമുണ്ടാകും. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾ നന്നായി പഠിച്ച് മുന്നിലെത്തും. മുതിർന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്നവർക്ക് വിദേശത്ത് ഉപരിപഠനത്തിന് പോകാൻ സാധിക്കും. രോഗദുരിതങ്ങൾ ഉള്ളവർക്ക് രോഗം കുറയും. ഓരോ കാര്യങ്ങളും റിസ്ക് എടുത്ത് ചെയ്ത് വിജയിപ്പിക്കും. അപ്രതീക്ഷിത ധനനേട്ടം ഈ സമയത്ത് പ്രതീക്ഷിക്കാം. മാതാവുമായി അഭിപ്രായ വ്യത്യാസമുള്ളവരും പിണങ്ങിക്കഴിഞ്ഞവരും അവയൊക്കെ മറന്ന് വീണ്ടും മാതാവിൻ്റെ അടുക്കലെത്തും. കാറ്ററിംഗ് ഇൻഡസ്ട്രി, ഓട്ടോമൊബൈൽ, റിയൽ എസ്റ്റേറ്റ് സെക്ടർ മുതലായവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് തൊഴിൽ മുന്നേറ്റമുണ്ടാകുന്നതാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ ദീർഘകാലത്തെ ലോൺ അല്ലെങ്കിൽ EMI അടച്ചുകൊണ്ടിരിക്കുന്നവർക്ക് സാമ്പത്തിക ഇടപാടുകൾ പൂർണ്ണമായും അവസാനിപ്പിക്കാൻ കഴിയും. പുതിയ ജോലി അന്വേഷിച്ചുകൊണ്ടിരുന്നവർക്ക് ജോലി കിട്ടും. 8-ൽ സഞ്ചരിക്കാൻ പോകുന്ന രാഹുവിനെ ഗുരു വീക്ഷിക്കുന്നതിനാൽ അബദ്ധങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രക്ഷ നേടും. ഭക്തി, ആത്മീയത എന്നിവ വർദ്ധിക്കും. ഇതിൽ പുതിയ ജ്ഞാനം നേടും. ദാനധർമാദികൾ ചെയ്യും. മതപരമായ കാര്യങ്ങളിലും ജ്യോതിഷം, ആത്മീയത, ഭക്തി എന്നിവയിൽ കൂടുതൽ താൽപ്പര്യം വർദ്ധിക്കും. ദാമ്പത്യ കാര്യങ്ങളിൽ താൽപ്പര്യം കുറയും. ഒറ്റപ്പെട്ട് ജീവിക്കാൻ മനസ്സ് തോന്നിക്കും. ഇത് നിങ്ങളുടെ ആത്മീയത വളർത്താൻ ഉപകരിക്കുന്നതാണ്. ജാതക ദശാഭുക്തി അനുകൂലമായിട്ടുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും 12-ലെ വ്യാഴ സഞ്ചാരത്തിൽ ഉണ്ടാകുന്നതല്ല.